ബഹുമാനപ്പെട്ട നാട്ടുകാരെ, കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും കൂടി ലോട്ടറി ഇനത്തിൽ 5000 രൂപ അടിച്ചാൽ നേരത്തെ 600 രൂപ കിട്ടുമായിരുന്നു ലോട്ടറി ഏജൻറ്റുമാർക്ക്. ഇപ്പോൾ അത് വെറും 450 രൂപയായി കുറച്ചു. പാവപ്പെട്ടവർ ലോട്ടറി എടുത്ത് വിൽക്കുന്നത് സുഖമില്ലാത്തവരും ജോലിയൊന്നുമില്ലാത്തവരും കേരള സംസ്ഥാനത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ്. ഇവർക്ക് ഇരുന്ന ലോട്ടറി പ്രൈസ് പോലും കറക്റ്റായിട്ട് ഇല്ലാതെ അതൊരു വശത്തിൽ തട്ടിപ്പ്. പിന്നെ നികുതി ഇനത്തിൽ 28% കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കേണ്ട അവിടെ 40% അവയ്ക്ക് കുറച്ചിരിക്കുകയാണ്. ഇവർ GSTയിൽ ഇളവ് വരുത്തി പറയുന്നു. എല്ലാ സാധനങ്ങളെയും ചൂഷണം ചെയ്ത് അതിൻ്റെ കുറവ് ജനങ്ങൾ കാണുന്നില്ല. എന്നാൽ ഈ GSTയിൽ വർധനവ് വരുത്തിയത് കൊണ്ട് GSTയിൽ ഇളവ് വരുത്തി ലോട്ടറിനെ പിഴിഞ്ഞ് ലോട്ടറിയിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകൾക്ക്, പാവപ്പെട്ടവർക്ക്, ക്യാൻസർ രോഗികളും മറ്റുള്ളവരും, ഒരു നിർധനരായ കുടുംബങ്ങളും ജോലിയൊന്നും ഇല്ലാത്തവരും ആണ് ലോട്ടറി എടുത്ത് ബിസിനസ് ചെയ്യുന്നത്. 100 ടിക്കറ്റ് വിറ്റാൽ മാത്രമാണ് ഇത്തിരി കാശ് കിട്ടുന്നത്. അതിൽ കിട്ടുന്നതിൻ്റെ ഒരു സംഖ്യ 12% വെട്ടിക്കുറച്ച് പാവപ്പെട്ടവരെ പെരുവഴിയിലാക്കുന്ന പരിപാടിയാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലയും തച്ചുടച്ച് ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ വില കൂടി, സാധനങ്ങളുടെ വിലയെല്ലാം കൂടി, ലോട്ടറിയിലും ബ്രാൻഡിയിലും കൂടി ചൂഷണം ചെയ്യുന്ന പരിപാടിയാണ് സംസ്ഥാന സർക്കാർ നിലനിർത്തുന്നത്. തന്നെ ലോട്ടറിയും ബ്രാൻഡി കള്ള് മേഖലയാണ്. ഈ മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് വളരെ ദുരിതമായിട്ടുള്ള, ലോട്ടറിയിലാണ് ഏറ്റവും വലിയ ദുരിതമായിട്ടുള്ള സംവിധാനം. ഓണക്കാലത്ത് പിന്നെ നമ്മുടെ ഈ കള്ള് ബ്രാൻഡി വിൽക്കുന്നവർക്ക് 95,000 കൊടുത്ത ബോണസ് 1.5 ആക്കിയിട്ടുണ്ട്. എന്നാണ് 1,05,000 രൂപ ആക്കിയിട്ടുണ്ട്. ഇത് ചൂഷണം ചെയ്യുന്ന പരിപാടിയാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് പാവപ്പെട്ടവർക്ക് നീതി നിഷേധിക്കപ്പെട്ട ഈ വേളയിൽ നീതിക്ക് വേണ്ടി പണിയെടുക്കുന്ന എല്ലാ പാവപ്പെട്ടവരും സഹായിക്കാനുള്ള മനസ്സുണ്ടാകണമെന്ന് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്ന് നെന്മാറ ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർ ശങ്കരനാരായണൻ ആവശ്യപ്പെട്ടു.